എന്റെ ഷർട്ടും മുണ്ടുണ്ടാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. എനിക്ക് പേടിയാവണു. കാക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം. അല്ലാണ്ട് വെറുതെ ദേവി എന്ന് പറഞ്ഞ് നടന്നാ പോരാ. അതൊന്ന് പോയി നോക്കാം. പോണ്ട് പിന്നെ നീ പോവോ? ഇല്ല, അത് വീട്. നമസ്കാരം സാറേ. 3-4 പോലീസുകാർ ഇപ്പൊ തന്നെ ഇവിടെ വരും. ഞങ്ങൾക്കൊരു വെളിപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് വന്ന് കാണാൻ ഞങ്ങൾക്കും വെളിപാട് കിട്ടി. ഓ, നിങ്ങൾ എവിടേക്ക് വിളിച്ചാലും ഞങ്ങൾ വരാൻ തയ്യാറാണ്. ജനങ്ങൾക്ക് ഞങ്ങളെ വേണ്ടിക്ക് പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് അവരെ? എന്നാ വാ, ദേവിയെ കൂടെ വിളിച്ചോ. ദേവി? ദേവി അല്ല, അകത്തൊരു ദേവി ഇല്ലേ, അവരെ കൂടെ വിളി. ഈ മാലൊന്ന് ദേവിയുടെ മുമ്പിൽ ഊരി വയ്ക്കാൻ ഒരു 5 നിമിഷം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഊരി വെച്ചിട്ടോ. എന്താണ് നമ്മളെ കാത്തു നിൽക്കുകയാണ് അവിടെ. പിന്നാമ്പുറത്ത് കൂടെ ചാടിയിട്ട് മാതിരി ചാടി പോവാ. വാ. പേഴ്സ് മര്യാദക്ക് വേണ്ടത്. വെറുതെ കിടന്ന് കഴിച്ചു തിരിയാണ്ട് വരണ്ട. നീ മാതിരി കടത്തണേ. എന്താന്നറിയോ സാറേ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വഴിക്ക് പോകുമ്പോ ഒന്നും ഉമ്മർത്ത് കൂടെ ഇറങ്ങാൻ പാടില്ലേ. അല്ലാണ്ട് ഞങ്ങൾ ഓടി തന്നല്ല. പിന്നെ കൂടെ ഇറങ്ങാനേ പാടൂ അല്ലേ? ഇതെങ്ങനെ അങ്ങോട്ട് മുമ്പിലേക്ക് പോകണോണ്ട് കുഴപ്പമുണ്ടോ? നടക്കാണ്ട് നടക്കാണ്ട്. ഓടി വാ ഓടി വാ. രക്ഷിക്കണം സാറേ. രക്ഷിക്കണ്ട ദേവിയല്ലടോ, ദേവിയോട് പറ. അതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഇവ നിന്റെ ആരടി? എന്റെ ഭർത്താവാണ് സാറേ. ഇവള് നിന്റെ ആര്? എന്റെ ഭാര്യയാണ് സാറേ. സത്യം പറഞ്ഞോളൂ എന്നോട്, നിങ്ങൾ എത്ര കാലമായി തുടങ്ങിയിട്ട്? എന്ത് തുടങ്ങിയിട്ട് സാറാ? ഞങ്ങൾ പാവങ്ങളാണ്. അന്ധവിശ്വാസത്തിൽ അകപ്പെട്ട ഒരു സമൂഹത്തിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നതാ തെണ്ടി. നിങ്ങളെ പോലുള്ളവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ. എന്നിട്ടേ ഞങ്ങൾ പോലീസുകാർക്ക് ഇനി ഉറക്കുള്ളൂ. വാ വന്ന് വണ്ടി കയറ്. സാറേ, ആ കേസ് എവിടെ വരെയായി? ഏത് കേസ്? ജ്യേഷ്ഠനുമായിട്ടൊരു കേസ് ഉണ്ടായിരുന്നില്ലേ, ഒരു കടമുറിക്ക് വേണ്ടി? അത് നിനക്കെങ്ങനെ അറിയാം? ദേവിയുടെ ഒരു അകക്കണ്ണുകൊണ്ട് കാണാണ് സാറേ. നിന്റെ അകക്കണ്ണ്, കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. എല്ലാം നാം അറിയുന്നുണ്ട് മകൻ. മകൻ കോപം അടക്ക് മകനെ. നിന്റെ ഭാര്യ മരിച്ചത് ക്യാൻസർ വന്നിട്ടായിരുന്നില്ലേ? വേണ്ട, കളി പോലീസുകാരോട് വേണ്ട. ദേവി പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വസിക്കില്ല. കുട്ടികളില്ലാത്ത ദുഃഖം ഞാൻ നിന്റെ മുഖത്ത് കാണുന്നു മകനെ. എന്താടി സാറിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ വായിച്ച് മനസ്സിലാക്കാൻ? സുഗത വേണ്ട.